നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി കൊല്ലായിൽ സുദേവന്റെ അടുത്ത ബന്ധു BJPയിൽ ചേർന്നു. കൊല്ലം ചിതറയിലെ CPIM മുൻ മടത്തറ LC സെക്രട്ടറി D സ്റ്റാലിനാണ് BJPയിൽ ചേർന്നത്. BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു. ഇന്ന് വൈകുന്നേരം BJP ചിതറ പാർട്ടി ഓഫീസിൽ വെച്ച് കൂടിയ പത്രസമ്മേളനത്തിലാണ് ഇദ്ദേഹത്തിന് BJP അംഗത്വം നൽകിയത്. ഞാൻ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലധികമായി CPIMന്റെ സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. 4.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ വെച്ച് ഞാൻ സ്വന്തമായി ക്രമരഹിതമായി 10 പൈസ സമ്പാദിച്ചിട്ടില്ല. പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഞാൻ യാതൊരുവിധ ജോലിയുമില്ല കൊടുത്തിട്ടില്ല. ഞാനൊരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ തൊഴിലാളി വർഗ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ താല്പര്യം കാണിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ്. ആ തൊഴിലാളി വർഗ സംസ്കാരത്തിന് കോട്ടം സംഭവിച്ചു. തൊഴിലാളി വർഗ സംസ്കാരം ഇല്ലാത്ത പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, നോട്ട് എ റവല്യൂഷണറി പാർട്ടി വിത്തൗട്ട് എ റവല്യൂഷണറി തിയറി. അങ്ങനെ തിയറി ഇല്ലാത്തൊരു പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടായി പിന്നെ എനിക്കറിവ്. കൂടെ പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ തികഞ്ഞ സാമ്പത്തിക മോഹികൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയമാരുമാണ്. സാമ്പത്തിക മോഹികൾക്കും റിയൽ എസ്റ്റേറ്റ് മാഫിയമാർക്കും തൊഴിലാളി വർഗ സംസ്കാരം ഉൾക്കൊണ്ടു പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുവരുന്നത് ഇത്തരം മാഫിയമാർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു നേതൃത്വമുണ്ട്. അവരെ സംരക്ഷിച്ചു നിർത്തുന്ന സംസ്ഥാന നേതൃത്വത്തിലെ ചില ആളുകൾ, ജില്ലാ നേതൃത്വത്തിലെ ചില ആളുകൾ അടങ്ങുന്നവരുടെ പിന്തുണയോടുകൂടി ആണ് ഈ കാര്യങ്ങൾ ഇവിടെ നടന്നു മുന്നോട്ട് പോകും. ഇതിനെതിരെ പാർട്ടിക്കകത്ത് വർഷങ്ങളായി നിരന്തരമായി ഉൾപാർട്ടി സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നൊന്നായി എണ്ണി പാർട്ടിക്കകത്ത് നേതൃത്വത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാനോ ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കരുതെന്ന് പറയാനോ, മിനിമം അത് പറയാനോ ഉള്ള ഒരു വിവേകം മുഴുവൻ ഘടകത്തിൽ നിന്നുണ്ടായിട്ടില്ല. തനിതായി പിടിച്ചു നിന്നാൽ, ഉറച്ചു നിന്നാൽ ഇവരുടെ പിൻബലമില്ലാത്തത് കൊണ്ട് മേലിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന ഭയം അവർക്ക് ഉള്ളതുകൊണ്ട് ആ മേലിരിക്കുന്ന ആളുകളുമായി സമരസപ്പെട്ടാൽ മാത്രമേ അവർക്കിവിടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിക്കൊണ്ടിരിക്കാൻ കഴിയൂ എന്നതുകൊണ്ടും തൊഴിലാളി വർഗ സംസ്കാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിൽ എനിക്ക് നമ്മളൊരു കവി പറഞ്ഞാണെങ്കിൽ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പൂക്കാതിരിക്കാൻ എനിക്ക് കാവതില്ലേ, വിഷുക്കാലമല്ലേ കണിക്കുന്നയില്ലേ, പൂക്കാതിരിക്കാൻ എനിക്ക് കാവതില്ലേ. വിഷുക്കാലമാകുമ്പോൾ കണിക്ക് വന്ന പൂത്തിരിക്കും. ഞാൻ ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ അഴിമതി വിളിച്ച് പറഞ്ഞിരിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ ഞാൻ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന പോരാട്ട ഭൂമിയിൽ ആദ്യം കുറേ ആളുകളുണ്ടായിരുന്നു. പല കാരണത്താൽ നേതൃത്വത്തിന് സമർത്ഥത്തിനെതിരെയായി അവർ പോയി. എങ്കിലും ഞാൻ എൻ്റെ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നു. അവസാന ഘട്ടം എനിക്ക് ലോക്കൽ കമ്മിറ്റിയിലെങ്കിലും ഒന്ന് നിലനിർത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ എന്നെ ലോക്കൽ കമ്മിറ്റിയിൽ നിർത്തിയാൽ അവർക്ക് യഥേഷ്ടം വിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം സാമ്പത്തിക ക്രമക്കേടിലും അഴിമതിയിലും പാർട്ടിക്കകത്ത് സംഘടനാ രംഗത്തെ ജീർണതയിലും പോരാട്ടത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇത്രയും കാലം പാർട്ടിക്ക് അകത്തുനിന്ന് പോരാടിയ ഞാൻ ഇനി പാർട്ടിക്ക് പുറത്തുനിന്ന് പോരാട്ടം ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. എനിക്ക് ആവശ്യം നമ്മുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ ഒരു ടീം സ്പിരിറ്റോടുകൂടിയ പ്രവർത്തനമാണ് എനിക്ക് ആവശ്യം. തൊട്ടതിലും പിടിച്ചതിലും പൂച്ചിക്കറും അതൊന്നും വെച്ച് പോകാതെ എതിരാളികൾക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള ആക്രമണത്തിനുള്ള ചെറുത്തുനിൽപ്പ് നമുക്ക് സജീവമായി മുന്നോട്ട് പോകും. മടത്തറ പാർട്ടി ലോക്കൽ കമ്മിറ്റി രൂപപ്പെടുമ്പോൾ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അന്ന് കടവും കടത്തിന്മേൽ കടവുമായി എനിക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇന്നത്തെ കണക്കല്ല. അന്ന് പൈസയില്ല, വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാത്ത കാലം തൊട്ട് 4.5 പതിറ്റാണ്ടിലധികമായി ഞാൻ ട്രേഡ് യൂണിയൻ രംഗമായിരുന്നു എൻ്റെ പ്രധാന മേഖല. ഈ കൊല്ലം ജില്ലയിലെ മൊത്തത്തിലും വിശിഷ്യ കൊട്ടാരക്കര താലൂക്കിൻ്റെ
വിവിധ മേഖലകളിലുള്ള സമസ്ത പഞ്ചായത്തുകളിലുമെല്ലാം എൻ്റെയും എന്നോടൊപ്പം നിന്ന തൊഴിലാളി സഖാക്കളുടെയും പ്രവർത്തനങ്ങൾ നമ്മുടെ പാർട്ടിയുടെ അടിത്തറ രൂപപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ ഈ കടക്കരയിലേക്ക് അടിത്തറയിട്ട് കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ. സ്ഥാനമാനങ്ങൾക്കും അതുപോലുള്ള ആവശ്യമില്ലാത്ത ആവശ്യങ്ങൾക്കും വേണ്ടി നേതൃത്വത്തോട് മത്സരിക്കാനും സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കില്ല. നമുക്ക് അർഹതയുള്ള സ്ഥാനങ്ങൾ വരികയാണെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അത് ഈ പട്ടികയിൽ ഒന്നും തന്നെയാണ്. ഞാൻ ആരുടെയും സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ പരമാവധി വീഴ്ച കൂടാതെ ചെയ്തു തീർക്കുക എന്ന കർത്തവ്യബോധം ഞാൻ തുടർന്ന് നിർവഹിച്ചു കൊണ്ടുപോകും എന്നതാണ് എനിക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ പറയുവാൻ. അപ്പോൾ ഈ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് BJPയെ തന്നെ തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം ഉണ്ടാകാം. BJPയെ തിരഞ്ഞെടുത്തത് ഇന്നത്തെ കേന്ദ്ര ഭരണത്തിൽ ഞാൻ കാണുന്ന മികവുകൾ, കേന്ദ്ര ഭരണം വിഭാവനം ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യം ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോൾ എടുത്തു പറയാൻ തക്ക തരത്തിൽ അതിന് തയ്യാറെടുപ്പ് നടത്തി. ഇത്തരം പ്രവർത്തന മികവിൽ ഞാൻ കൂടുതൽ താല്പര്യം കാണുന്നു. അതുകൊണ്ട് ഞാൻ BJPയെ തിരഞ്ഞെടുത്തു. എൻ്റെ ശിഷ്ടകാല ജീവിതം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ പരമാവധി ചടുലതയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് താഴോട്ടുള്ളയും മേലോട്ടുള്ളയും പ്രവർത്തകരുടെ എല്ലാവിധ സഹായ സഹകരണവും ഞാൻ ആഗ്രഹിക്കുന്നു. അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. മുഴുവൻ ആളുകൾക്കും എൻ്റെ അഭിവാദനം. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മടത്ത സ്വദേശിയാണ്. അദ്ദേഹം നമ്മുടെ പാർട്ടിയിലേക്ക് ഇന്ന് ചേരുകയാണ്. അപ്പോൾ അദ്ദേഹവും അടക്കം ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സംഘടനാ സഹോദരങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, അവർക്ക് നമസ്കാരം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലാകമാനം ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് BJP തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുഖേന അക്കൗണ്ട് തുടങ്ങിയെങ്കിൽ അതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും ചെറിയ ചെറിയ പോക്കറ്റുകളിൽ വർഷങ്ങളായി CPM-ന്റെയും മറ്റ് ഇടതു പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിരുന്നവർ ദേശീയതയ്ക്ക് ഒപ്പം അണിചേരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ആലപ്പുഴയിൽ ബിപിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം CPM പ്രവർത്തകര് BJPയിൽ അംഗമായത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കായംകുളത്ത് 218ഓളം CPM-ന്റെ സജീവ പ്രവർത്തകര് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അവർ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിന്റെ എല്ലാ ഭാഗമായിട്ട് നമുക്കും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഏറെക്കാലമായി മടത്തറ പ്രദേശത്ത്, നമ്മുടെ ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ CPM-ന് വേണ്ടിയും CITU എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടിയും ദീർഘകാലം പ്രവർത്തിച്ച് ഒരു കാലഘട്ടത്തിൽ CPM ചിത്ര ലോക്കൽ കമ്മിറ്റി വിഭജിച്ച് മടത്തറ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം അണിചേരാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് വരുന്ന കാലഘട്ടത്തിന്റെ മാറ്റത്തിന്റെ സൂചനയാണ്. വളരെ ഏതാനും മാസങ്ങൾക്ക് അകം വരുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നത് അതിന്റെ അലയൊലികളാണ് ഇന്നിപ്പോ നമ്മുടെ ഈ ചിത്രയുടെ മണ്ണിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. BJPയുടെ വളർച്ചയ്ക്ക് വലിയ നിർണായകമായ ഒരു മാറ്റത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ശ്രീ സ്റ്റാലിൻ ചേട്ടൻ ഇന്നു മുതൽ ഔദ്യോഗികമായി BJPയുടെ ഭാഗമാവുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പാർട്ടിയുടെ LC സെക്രട്ടറി, CITUവിൻ്റെ വിവിധ ചുമതലകൾ, 2 ടേം 10 വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് അംഗം, അതിനുപരി ഈ മേഖലയിൽ, കടക്കൽ മേഖലയിൽ CPM-നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നിരവധി ക്രിമിനൽ കേസുകളടക്കം അദ്ദേഹം പ്രതിയാകുകയും പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രതിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്റ്റാലിൻ എന്നാണ്. ആ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് അന്ന് സ്റ്റാലിൻ എന്ന് പേരിടുമ്പോൾ ആ വീടും അതിന് ചുറ്റുപാടുമുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പേര് കൊടുത്തുകൊണ്ട്, സ്റ്റാലിൻ എന്ന പേര് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹമാണ് ഇന്ന് BJPയുടെ ദേശീയതയുടെ ഭാഗമായി നമ്മളോടൊപ്പം വരുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ അനുഭവം ഇന്നു മുതൽ ഈ മേഖലയിൽ BJPയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ മാറുകയാണ്. ശ്രീ സ്റ്റാലിനെ പോലുള്ളവർ എന്തുകൊണ്ട് ഇന്ന് BJPയോടൊപ്പം, ദേശീയതയോടൊപ്പം മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യം ലഭിക്കുമാറ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഭാരത പൗരന്റെ അഭിമാനം ഏറെ ഉയർന്നു നിൽക്കുന്ന നാളുകളിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി 10 വർഷക്കാലം എന്ന ചെറിയ കാലയളവിൽ ഇന്ത്യയെ മാറ്റിയെടുക്കുവാൻ ശ്രീ നരേന്ദ്രമോദിജിക്ക് കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ തലവനപ്പുറം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കാതോർക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഈ രാജ്യത്ത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് BJPയിലേക്ക്, കേരളത്തിലേക്കും മാറുകയാണ്. മറ്റൊന്ന്, ഈ സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. സംസ്ഥാന മുഖ്യമന്ത്രിയും മകളും അദ്ദേഹത്തിന്റെ ഓഫീസും വീടും അടക്കം മുഴുവൻ CPM നേതാക്കന്മാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ, സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം CPM നേതാക്കന്മാർ മാറുമ്പോൾ, ശ്രീ സ്റ്റാലിനെ പോലുള്ളവർ, പാർട്ടിക്ക് വേണ്ടി എല്ലാം സഹിച്ചവർ, പാർട്ടിക്ക് വേണ്ടി കേസിൽ പ്രതിയായവർ, കടയ്ക്കൽ പോലൊരു പ്രദേശത്ത് ഇത് കമ്മ്യൂണിസമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്തുടരുന്ന ശൈലി, കേരളത്തിലെ പാർട്ടി പിന്തുടരുന്ന ശൈലി ഇത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന് യോജിച്ചതല്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇന്ന് നിരവധി പേര് ഇവിടെ പാർട്ടി മാറും. ഇന്നലെ കഴിഞ്ഞ ജോയി അടക്കമുള്ളവരെ ഇന്നലെ ചാത്തന്നൂരിൽ പാർട്ടിയിലേക്ക് സ്വീകരിക്കേണ്ടത്. ഇവിടെ അതിനപ്പുറം ഇന്ന് ചിതറ ഈ പാർട്ടി ഓഫീസിൽ നിൽക്കുമ്പോൾ ചിതറയിലെ അല്ലെങ്കിൽ കടയ്ക്കൽ ഏരിയ കമ്മിറ്റിയിലെ അടക്കം ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ BJPയിൽ അംഗത്വം എടുക്കുന്നതിനാണ് ഈ ജില്ല സാക്ഷ്യം വഹിക്കാം. അതിന്റെ തുടക്കം നമ്മൾ കണ്ടു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു MP 20% വോട്ടിലേക്ക് BJP മാറിയിരിക്കുന്നു. 2 മുന്നണിയെയും മടുത്തവർ ഒരു പരീക്ഷണത്തിന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അത് കേരളത്തിലും അധികാരത്തിലുണ്ടാവണം, ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയണം എന്നാഗ്രഹിക്കുന്നുണ്ട് എന്ന് സണ്ണി പഞ്ചായത്ത് പറയിട്ടുണ്ട്. അത് ഈ മേഖലയിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് മാറുവാൻ ഈ മേഖല തയ്യാറെടുക്കുകയാണ്, കടയ്ക്കൽ മേഖല തയ്യാറെടുക്കുക. അതിൻ്റെ സൂചന കൂടിയാണ് ഇന്ന് ശ്രീ സ്റ്റാലിൻ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത്. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ പങ്കെടുക്കുന്ന വിപുലമായ സമ്മേളനം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ശ്രീ സ്റ്റാലിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ BJPയിൽ ചേരുന്ന വലിയ സമ്മേളനവും കൂടി ഉടനെ ഇവിടെ ഉണ്ടാവും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച, ഒരു ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച, ഒരു അഴിമതിയുടെയും കറപിള്ളാത്ത, നിസ്സാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീ സ്റ്റാലിൻ, അദ്ദേഹത്തെ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇന്ന് സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഒപ്പമുണ്ടാവും. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നിരവധി പേർ ഇന്നലെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരം മേഖല തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ നിന്നും നിരവധി പേര് പാർട്ടിയുടെ ഭാഗമാവുകയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനുമായിട്ടും ഇരുന്ന് ഞാൻ സംസാരിക്കേണ്ടായി. തുടർന്ന് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനു
ഇന്നലെ തന്നെ അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിക്കുകയും സണ്ണി മെമ്പറുമായിട്ടുള്ള നേരത്തെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ട്. ഈ ചർച്ചകൾക്ക് ഞാൻ തുടക്കം കുറിക്കുമ്പോൾ സണ്ണി മെമ്പറും ആ ചർച്ചകൾക്ക് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതടക്കം പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയാലും അല്ലെങ്കിൽ സെൽ കോർഡിനേറ്റർ ആയാലും ബിജു പുത്തയെ അടക്കമുള്ളവരുമായിട്ട് വളരെ നേരത്തെ തന്നെ ഇതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ട് എടുത്ത് അദ്ദേഹം ഒറ്റ കാര്യമേ ഇന്നലെ പറഞ്ഞോളൂ. ഞാൻ മനസ്സുകൊണ്ട് കഴിഞ്ഞ 1 മാസക്കാലമായി നിങ്ങളോടൊപ്പമാണ്. ഇനി പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിൽ എനിക്ക് വൈകാൻ പാടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പിരിയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 1 മിനിറ്റ് വൈകില്ല. അപ്പോൾ തന്നെ ഞാൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് മനു ദീപത്തെ വിളിച്ചിട്ട് ഇന്ന് ഒരു ചെറിയ ചടങ്ങാണെങ്കിലും ഇന്ന് സംഘടിപ്പിക്കണം എന്ന് പറയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് തന്നെ പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസയും നേർന്നത് ഒരിക്കൽ കൂടി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാലിൻ BJP 1980 ഏപ്രിൽ 6-ാം തീയതി മുംബൈയിലെ ശിവാജി പാർക്കിൽ സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയിജി ഹരിത കുങ്കുമ പതാക ഉയർത്തിയ താമര മുദ്രയാൽ അങ്കിതമായിട്ടുള്ള ഹരിത കുങ്കുമ പതാക ഉയർത്തി തുടങ്ങിയിട്ടുള്ള ഈ പാർട്ടി 84-ൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലോക്സഭാ സീറ്റുകൾ നേടിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള EMS നമ്മെ കളിയാക്കി പറഞ്ഞു. അതായത് ഇതൊരു കുടുംബാസൂത്രണ പാർട്ടിയാണ്. അന്നത്തെ കുടുംബാസൂത്രണ മുദ്രാവാക്യം നമുക്ക് 2, നമ്മൾ 2 നമുക്ക് 2 എന്നുള്ള. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രബലമായിട്ടുള്ള പാർട്ടിയാണ്. അന്ന് അവർ പറഞ്ഞു ആഫ്റ്റർ നെഹ്റു EMS എന്നാണ് പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു കഴിഞ്ഞ പിന്നെ EMS ആയിരിക്കും പ്രൈം മിനിസ്റ്റർ എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രബലമായിരുന്ന സമയത്താണ് ലോക്സഭയിൽ 2 ലോക്സഭാ സീറ്റുകളുമായി 1984 തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി. നമുക്കറിയാം 89, 90 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള രഥയാത്ര, അതിനുശേഷം പാർട്ടി കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അതിനുശേഷം 96-ൽ ആദ്യമായി BJPയുടെ മുഴുവൻ സമയ RSSന്റെ പ്രചാരകനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആ സുദിനം നമുക്കറിയാം. 13 ദിവസമേ നമ്മൾ അധികാരത്തിലിരുന്നു. പിന്നീട് 13 മാസം നമ്മൾ അധികാരത്തിലിരുന്നു. കാലാവധി പൂർത്തിയാക്കി 2004 വരെ അടൽ ബിഹാരി വാജ്പേയിജി ഭരിച്ചു. അതിനുശേഷം 10 വർഷക്കാലം നമ്മൾ പ്രതിപക്ഷത്തിരുന്നു. 2014-ൽ ചായക്കച്ചവടക്കാരന്റെ മകനായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോഡി, RSSന്റെ പ്രചാരകനായിരുന്ന, RSSന്റെ സ്വയം സേവകനായിരുന്ന, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോഡി 2014-ൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോൾ ഇവർ പറഞ്ഞു ഇതൊരു വർഗീയ പാർട്ടിയാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരിമാരുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് ചുഴറ്റുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. ഈ നരേന്ദ്രമോദി തള്ളിക്കളയണമെന്ന്. പക്ഷേ ഇന്ത്യൻ ജനത അന്ന് വരെ 30 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് നൽകിക്കൊണ്ട് BJPക്ക് 282 സീറ്റുകൾ നൽകിക്കൊണ്ട് 2014-ൽ നമ്മളെ അധികാരത്തിൽ. അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു നരേന്ദ്രമോദിയെ ഞങ്ങൾ പിടിച്ചു. 2019-ൽ അവർ ആവർത്തിച്ചു, മഹാസഖ്യമുണ്ടാക്കി പിടിച്ചു കിട്ടി. 2024-ലും അവർ ആവർത്തിച്ചു, BJPയെ പിടിച്ചു കിട്ടി. പക്ഷെ അവർ പിടിച്ചു കെട്ടിയത് കടക്കൽ ചന്തയിൽ കുമ്പനെയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അവർക്ക് പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. കന്നുകാലി ചന്തയിലെ കുമ്പനെ അവർ പിടിച്ചു കെട്ടി. പക്ഷേ BJPയുടെ ജനകീയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഭരണത്തെയോ BJPയോ തടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ സ്റ്റാലിൻ ചേട്ടൻ പറഞ്ഞതുപോലെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി 2000 രൂപ വെച്ച് ഒരു 6000 രൂപ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ച, അതായത് ഡയറക്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെൻഷൻ കൊടുക്കുന്നുണ്ട്. പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപയുടെ ജില്ലാ സമ്മേളനത്തിന് രസീത് കൊടുക്കുന്ന പാർട്ടിയല്ല നമ്മളുടെ നരേന്ദ്രമോദിയുടെ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം. അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT പ്രകാരം 5 പൈസയൊന്നും പോയില്ല. അവരുടെ അക്കൗണ്ടിലോട്ട് ചെല്ലുക, ATM കാർഡ് ഉണ്ടെങ്കിൽ പിൻവലിക്കുക, ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യുക. ഇതുപോലെയുള്ള
വലിയ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഭാരതത്തിൽ കൊണ്ടുവരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാരതം 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി. BJPയെ ഭാരതത്തെ എതിർക്കുന്ന ഭരണാധികാരിക്ക് അവന്റെ നാട്ടിൽ പോലും രക്ഷയില്ലാതായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാനഡയിൽ കണ്ടത്. അത്രയ്ക്ക് വളരുകയാണ് ഭാരതത്തിന് നേരെ കൈ ഉയർത്തുന്നവർ അവസാനം പത്തി താഴ്ത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും അതാണ് സംഭവിച്ചത്. കടക്കലിൽ നമ്മളൊരു ഫോട്ടോ പുറകിൽ വെച്ചിട്ടുണ്ട് രവീന്ദ്ര സാർ. അദ്ദേഹം സ്വപ്നം കണ്ടത് കടക്കലിലും ചിതറയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരകൾ വിരിയണം എന്നുള്ളതാണ്. ആ താമരകൾ വിരിയുന്നതിന് വേണ്ടി, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആദർശവാനായിട്ടുള്ള ഒരു നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അതാണ് സ്റ്റാലിൻ ജേട്ടൻ. അദ്ദേഹം ആ സംസാരത്തിൽ പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ജോലിക്ക് വേണ്ടി ഞാൻ ഒരു നേതാവിന്റെയും വാതിലുകൾ മുട്ടിയിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ മുട്ടിയിട്ടില്ല. ഇത്ര 10 വർഷക്കാലം അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോ ഇത്രയും ആദർശവാനായിട്ടുള്ള ആൾ, അതാണ് BJP ഉദ്ദേശിക്കുന്നത്. BJPയുടെ ഐഡിയ എന്താണ്? അന്ത്യോദയ എന്നുള്ളതാണ് നമ്മളുടെ ആശയം. സാർ പറഞ്ഞ റെവല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനപരിവർത്തനത്തിൽ കൂടി അന്ത്യോദയ, അതായത് ഒരു വരിയിലെ അവസാനത്തെ ആളിനും ആനുകൂല്യങ്ങൾ ലഭിക്കുക, അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക, അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള അന്ത്യോദയ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ അന്ത്യോദയയിലേക്ക് കൂട്ടായിട്ട് നമ്മളുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചിതറ മേഖലയിൽ ചിലർ നമ്മോടൊപ്പം വന്നു, ചില സ്ഥാനങ്ങൾക്ക് വേണ്ടി പോയി, അവർ തന്നെ തിരിച്ചു വരാനിരിക്കുന്നു. ആ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ഇപ്പോ സണ്ണി ചേട്ടനും അതുപോലെ സ്റ്റാലിൻ ചേട്ടനും നമ്മുടെ കൂടെയുണ്ട്. ഇനി പലരും വരാനുണ്ട്. അപ്പൊ നമ്മളുടെ പാർട്ടി പ്രവർത്തകർ സ്റ്റാലിൻ ചേട്ടൻ പറഞ്ഞതുപോലെ ബൂത്ത് തലത്തിലാണ് ശക്തമാക്കുന്നത്. മണ്ഡലം തലത്തിലും പഞ്ചായത്ത് തലത്തിലും നേതാക്കൾ, പക്ഷേ ബൂത്തിൽ 10 പ്രവർത്തകർ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവരെ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി, ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റാലിൻ ചേട്ടന്റെ വരവ് ഏറ്റവും നല്ലതാണ്. നമ്മളെ പ്രയോജനപ്പെടുത്തണം. ഇപ്പോ ഔദ്യോഗികമായിട്ട് ഷാലിട്ട് നമ്മുടെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ കായംകുളത്ത് 1000 സജീചെറിയും പറയുകയാണ്, ഇന്ത്യൻ ഭരണഘടനയെ ധിക്കരിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറയുന്ന ആൾക്കാർ ഭരണഘടന കുന്തവും കുടചക്രവും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. നമ്മൾ ഭരണഘടനയെ പൊന്നുപോലെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ കൂടിയാണ്, ജനങ്ങളുടെ വോട്ട് നേടിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ബംഗാളിൽ തകർന്നത്, എന്തുകൊണ്ടാണ് ത്രിപുരയിൽ തകർന്നത്, വിപ്ലവകുമാറൊക്കെ എന്തുകൊണ്ടാണ് BJPയിലേക്ക് വന്നത്? അതായത് ജനങ്ങളെ മറന്നു. നേരത്തെ പറഞ്ഞതുപോലെ മുതലാളിമാരുടെ പുറകിലാണ് ആ പാർട്ടി. അപ്പോൾ നമുക്ക് ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പുതിയ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് മഹാസമ്മേളനം നടത്തുമെന്ന് നമ്മുടെ ജില്ലാ അധ്യക്ഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിത്രക്കാരുടെ പരാതി എല്ലാം തീരും. ഏത് നേതാവിനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇറക്കി സ്റ്റാലിൻ ചേട്ടന്റെ വരവും അതുപോലെ തന്നെ അനുയായികളുടെ വരവും അതിഗംഭീരമാക്കുന്നതിനുള്ള നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് ആത്മാർത്ഥമായി സ്റ്റാലിൻ ചേട്ടൻ, അപ്പോൾ നമുക്ക് തുറന്നു തന്നെ പറയാം, സ്റ്റാലിനെ പോലും നമ്മൾ BJPയിലേക്ക് ചേർത്തിരിക്കുന്നു എന്നുള്ള ആ സന്തോഷ വാർത്തയാണ് ചിതറയിൽ പറയാനുള്ളത്. സ്റ്റാലിൻ ചേട്ടനെ അകമഴിഞ്ഞ് ഈ പാർട്ടിയിലേക്ക് BJPയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള കണ്ണൂര് കഴിഞ്ഞാൽ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന കിഴക്കൻ മേഖലയിലുള്ള ചിതറയും കടക്കിലുമൊക്കെ നിരവധി വർഷങ്ങളായിട്ട് CPMൽ പ്രവർത്തിച്ചുകൊണ്ട് 2 ടൈം വാർഡ് മെമ്പറായിട്ടുള്ള ഏറ്റവും ദീർഘകാലം തന്നെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ശ്രീ സ്റ്റാലിൻ ചേട്ടൻ ദേശീയതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാൻ സാധിക്കും, നിരവധി നേരത്തെ മണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഇവിടെ സൂചിപ്പിച്ചു, നിരവധി ആൾക്കാരാണ് ഇന്ന് BJPയിലേക്ക് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ദേശീയതയിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി വലിയ അഴിമതിയുടെ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബാധിപത്യ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന ഈ അവസരത്തിലാണ് സ്റ്റാലിൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ പ്രസക്തമായിട്ടുള്ളത്. ഒരു സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നേരത്തെ സൂചിപ്പിച്ച് യാതൊരു വരുമാനവും അതോടൊപ്പം തന്നെ ജീവിക്കാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് ഈ പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നുകൊണ്ട്
പട്ടിണി കിടന്നുകൊണ്ട് രാപ്പകൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ തലത്തിൽ നിന്ന് മാർക്സ്വാദം എത്തിച്ചിട്ടുള്ള ആൾക്കാരാണ് സ്റ്റാലിൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ. അവർ പലരും ഇന്ന് മനസ്സ് പഠിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബന്ധപ്പെടുകയാണ്. നിരവധി പഴയ ആൾക്കാർ, കാര്യം പ്രസ്ഥാനത്തിന്റെ ആദർശം വിട്ട് അവർക്ക് പാർട്ടിയിലെ അണികളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് സ്റ്റാലിൻ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിടത്ത് നിരവധി ആൾക്കാരാണ് അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരാണ് ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ നേതാവ് സ്റ്റാലിൻ ചേട്ടനെ പോലുള്ള ആൾക്കാരാണ്. അവരെ ഒരു ആവശ്യത്തിന് സമീപിക്കുന്ന സമയത്ത് അതേ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാർക്സ്വാദി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിരവധി ആൾക്കാരാണ് ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് സ്റ്റാലിൻ ചേട്ടൻ്റെ വരവും അതോടൊപ്പം തന്നെ സണ്ണിയമ്പറും അതോടൊപ്പം തന്നെ നമ്മുടെ ചിത്രയിലെ വലിയൊരു മാറ്റം ചിത്രയിൽ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയിലേക്ക് എത്തിച്ചേർന്ന സ്റ്റാലിൻ ചേട്ടനും എല്ലാവിധ ആശംസകളും. അത് കടുത്തൊരു മത്സരമായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ ഞാൻ വിജയിക്കുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാനല്ലായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യവും ശ്രീമാൻ ഡി സ്റ്റാലിൻ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും ചെയർമാനും ഒക്കെ ആയിരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കും ജയിച്ചേ വെക്കൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജ്യേഷ്ഠ സഹോദരനോ അല്ലെങ്കിൽ അച്ഛനോ ബന്ധുവെന്നോ നോക്കാതെ മത്സരിക്കുമ്പോൾ വിജയിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ അത് ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാലും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നമ്മുടെ ചിതറ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകും. കാര്യം മടത്തറ എന്ന് പറയുന്നത് LC മാത്രം ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ഒരു C8ൻ്റെ ഏരിയ കമ്മിറ്റി വരെ പോയിട്ടുള്ള അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് വരും കാലങ്ങളിൽ മാറാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്രയ്ക്ക് ശേഷിയും കഴിവുമുള്ള അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മടത്തറ എന്ന് പറയുന്ന മേഖല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന ഈ സ്റ്റാലിൻ മെമ്പർ ഒന്ന് വിസിൽ ഊതിയാൽ അപ്പോഴും C8കാരും അവിടുത്തെ ഉഡായിസ് ഇറങ്ങി അടിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം വ്യത്യാസം വന്നില്ലേ? അതിനെല്ലാം ഒരുപാട് വ്യത്യാസം വന്ന മാറ്റങ്ങളായി. BJPയുടെ കരുത്തുറ്റ ശേഷിയും നേതൃത്വവും നമ്മുടെ സജീവ് ചല്ലിമുക്ക് ഉൾപ്പെടെയുള്ള ആ കിഴക്കൻ മേഖലയുടെ ഒരു നല്ലൊരു ലീഡർഷിപ്പും അവിടെ ശക്തമായ 100 പ്രവർത്തകർ നമുക്ക് എപ്പോഴും ഏത് നിമിഷവും പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബോർഡറിൽ ഇന്ത്യൻ ഭടന്മാർ കാത്തു സൂക്ഷിക്കുന്ന പോലെ സജീവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമും ഞാനും മനീഷും ഉൾപ്പെടെ വരുന്ന അടുത്ത ചൈനയുടെ ബോർഡർ സംരക്ഷിക്കുന്നത് പോലെ ഞാനും മനീഷുമുള്ള കരുത്തുറ്റ അടുത്ത ഒരു ലീഡർഷിപ്പ് ഞങ്ങൾക്കുണ്ട്. ഉണ്ടായിസമല്ല പ്രവർത്തകർ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമങ്ങളെ ചെറുക്കുവാനും തടുക്കുവാനുള്ള ശേഷി തീർച്ചയായിട്ടും ഇന്ന് ചിതറയുടെ BJPക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ മെമ്പർ ഒരു രസകരമായ സംഭവം തുടക്കത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, സണ്ണി ഞാൻ BJPയിലോട്ട് വന്നാൽ ഞാൻ അണ്ണാൻ ഇങ്ങനെ പാർട്ടിയിലോട്ട് വരാൻ എന്താണ് കാരണം? ഇടയിൽ ഒന്നുകിൽ CPM വിട്ട് പോകുന്ന ഒരാൾ കോൺഗ്രസിലോ CPIയിലോ പോകും, അത് അധികാരത്തിന് വേണ്ടിയാണ്. എനിക്ക് അധികാരമല്ല വലുത്, എനിക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ്, അമിത്ഷായെ ഇഷ്ടമാണ്, പാർട്ടി ഇഷ്ടമാണ്. ആ പ്രസ്ഥാനത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും CPMമാർ വന്ന് 2 കൊട്ട് തന്നാൽ തിരിച്ചടിക്കാൻ കപ്പാസിറ്റിയുള്ള പാർട്ടി BJP മാത്രമേ ഉള്ളെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുകൊണ്ട് മാത്രമാണ് BJP ഭാരതീയ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുത്തതും ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇനി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിൻ്റെ ഇതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ രണ്ടെണ്ണം മത്സരിച്ചാൽ ജയിക്കാം. കാര്യം ഇദ്ദേഹത്തിന് കിട്ടാത്ത വോട്ടിന് നമ്മുടെ കയ്യിലുണ്ട്. ബന്ധുബലത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും ബന്ധുബലത്തിൽ ഏറ്റവും കൂടുതൽ ചിതറ പഞ്ചായത്തിൽ ബന്ധുബലമുള്ളത് അദ്ദേഹത്തിനാണ്. ഒരു മേഖല കിഴക്കൻ മേഖലയുടെ ആ ഒരു സമുദായത്തിൻ്റെ ബന്ധുബലത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധുക്കളായിട്ടുള്ളത് ശ്രീമാൻ ഡി സ്റ്റാലിനാണ്. അത് തന്നെ ഏകദേശം ഒരു 500 വോട്ടുണ്ട്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാർണ വാർഡിൽ നമുക്ക് നല്ല വോട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് ഭരണം തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന ഏകദേശം 250 വോട്ടിനാണ്. 5 വാർഡുകൾ 2ാം സ്ഥാനത്താണ് നമ്മുടെ പ്രസ്ഥാനം. ഏകദേശം 250 വോട്ടും കൂടി നമുക്കുണ്ടെങ്കിൽ സജീവ് ഉൾപ്പെടെ അല്ലെങ്കിൽ അനീഷ് ഉൾപ്പെടെ ഈ 250 വോട്ടും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചിതറ പഞ്ചായത്ത് BJP ഭരിക്കാൻ ഏകദേശം ത്രികോണത്തിൽ മത്സരിക്കാം. 7 സീറ്റോട് കൂടി നമുക്ക് അധികാരത്തിൽ വരാമായിരുന്നു. യാദൃശ്യമായിട്ട് 25-50 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് 5 വാർഡ് പോയത്. തീർച്ചയായിട്ടും ഇനിയുള്ള പ്രവർത്തനം കാര്യം ഒരു 9 മാസം, ഈ 9 മാസം നമ്മുടെ പഞ്ചായത്തിൻ്റെ ബൂത്ത് തലം മുതൽ പഞ്ചായത്ത് സമിതികൾ അല്ലെങ്കിൽ മണ്ഡലം സമിതികളിലൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ചിതറ പഞ്ചായത്തിൻ്റെ ഭരണം
ഒരു മേഖല 2-3 വാർഡിൻ്റെ ചുമതല അല്ലെങ്കിൽ 2-3 വാർഡിൻ്റെ ആ നേതൃത്വം കൊടുക്കാനുള്ള ഒരാൾ കൂടി നമുക്ക് വന്നു. ഒരു പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായ കക്ഷി പാർട്ടി വിട്ടെങ്കിൽ 2 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായ കക്ഷിയെ BJP സബ്സിഡി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പൂർണ്ണമായ പിന്തുണ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പാകിസ്ഥാന്റെ ബോർഡർ സജീവൻ ടീമും കാക്കുമെങ്കിൽ ചൈനയുടെ ബോർഡർ ഞങ്ങളും കാത്തുകൊണ്ട് ശ്രീമാൻ ഡി സ്റ്റാലിനെ ഏത് സമയത്ത് സംരക്ഷിക്കാനുള്ള കരുത്ത് ഈ പാർട്ടിക്കുണ്ട് എന്ന് മാത്രം അഭ്യർത്ഥന നിർത്തുന്നു. അദ്ദേഹത്തിന് ഈ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നതിൽ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിർത്തുന്നു. വന്ദേ ഭാരത്. 40 വർഷമായി ഇടതുപക്ഷത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഡി സ്റ്റാലിൻ. കരറ, അരിപ്പ വാർഡുകളിൽ 3 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 2 തവണ വിജയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ LC സമ്മേളനത്തിൽ മടത്ര LC മെമ്പർ സ്ഥാനത്ത് നിന്നും ഡി സ്റ്റാലിനെ ഒഴിവാക്കിയിരുന്നു. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ ഇടതുപക്ഷത്തിന് പേരോട്ടമുണ്ടാക്കിയ പ്രമുഖ നേതാവാണ് ഡി സ്റ്റാലിൻ.